ഹലോ നമസ്കാരം. നമ്മളിപ്പോഴേ ആലപ്പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചൊരു കുഞ്ഞു യാത്രയിലാണേ. സത്യം പറഞ്ഞാൽ ആലപ്പുഴക്കാരിയായിട്ടും ആലപ്പുഴയുടെ ഇത്രയും ഭംഗിയുള്ള സൗന്ദര്യമൊന്നും നല്ലപോലൊന്നും ആസ്വദിച്ചിട്ടില്ല. പണ്ട് TTCക്ക് പഠിക്കാൻ നേരത്ത് ആലപ്പുഴ അറിയാനെന്നും പറഞ്ഞൊരു വൺ ഡേ ടൂർ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒന്ന് വരുന്നതെന്ന്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റിലാണേ. ഇത് കൈനകരിയിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിൽ പൂപ്പള്ളി ജംഗ്ഷൻ ലെഫ്റ്റ് തിരിയുമ്പോഴാണ് കൈനകരി ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഫുഡ് കിട്ടുമോ എന്ന് തന്നെ ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. ഷാപ്പിൽ വരുന്നത് കള്ളു കുടിക്കാൻ മാത്രമാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. ഷാപ്പിലെ ഫുഡ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എങ്കിലും ഇതാദ്യമായിട്ടാണേ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രാംകുമാർ ചേട്ടൻ കിച്ചണിലേക്ക് ചെന്നു. അവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ടോ എന്ന് കൺഫേം ചെയ്തു. അവിടെ വലിയൊരു ടേബിളിൽ എത്ര വിഭവങ്ങളാണ് നിരത്തി വെച്ചേക്കുന്നത്. ഓരോന്നും തീർന്നു തുടങ്ങിയിട്ടുണ്ട്. തീരുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാ ഫുഡ് കഴിക്കാനായിട്ടുള്ള ടേബിളും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഓർഡർ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കി നമുക്ക് ഓർഡർ പറയാം. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മണവും ഒരു ഇതുമൊക്കെ കൊണ്ട് വായി കപ്പലോടുവാണേ. അങ്ങനെ നമ്മളെ ഇരുത്താനായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഇവിടെ കിച്ചൻ്റെ ബാക്കിലായിട്ട് ഈ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്നത് കാണാമായിരുന്നു. പിന്നെ ഇങ്ങനെ തോടിൻ്റെയൊക്കെ അരികിൽ കൂടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ബോട്ടിലേക്കാണ്. അവിടെ ഇരുത്തി ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടാണ് വന്നേക്കുന്നത്. അമ്മ, പേരമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി, ഹസ്ബൻഡ്, ഞങ്ങൾ എല്ലാവരും കൂടാണ് വന്നത്. നല്ലൊരു ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ബോട്ടിലെത്തി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് മാത്രമേ ഉള്ളൂ ബോറിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. അപ്പം ഒത്തിരി ഫാമിലിയാണ് ഇവിടെ കൂടുതലും വരുന്നത്. ശരിക്കും എല്ലാ ഫാമിലിയുമായിട്ട് വരുന്നവരായിരുന്നു കൂടുതലും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നു അന്താക്ഷരിയൊക്കെ കളിച്ചു. കാരണം 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡൊന്ന് വരാനായിട്ട്. അത്രയും ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞും അന്താക്ഷരി കളിച്ചുമൊക്കെ ഞങ്ങൾ സമയം കളഞ്ഞു. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഏറ്റവും ബോറായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാത്തിരിപ്പാണ് കേട്ടോ. ഭയങ്കര ബോറടിയായിരുന്നു കാത്തിരിപ്പ്. എങ്കിലും എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് നല്ല പോലെ എൻജോയ് ചെയ്തു. അമ്മയും പേരമ്മയും ഒക്കെ പാട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നും ഉണ്ണിക്കുട്ടനും ഒക്കെ ബോട്ടിൽ നിന്ന് കായലിലേക്ക് നോക്കി ബോട്ടൊക്കെ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഇത്രയും ഫുഡ് കഴിച്ചപ്പം എല്ലാം നോർമലായിട്ടുള്ളൊരു തുകയേ ആയിട്ടുള്ളൂ. വലിയ കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ അത്യാവശ്യം പുറത്ത് നല്ലൊരു ഹോട്ടലിൽ കയറി കഴിക്കുന്ന ഒരു രീതിയേ ആയുള്ളൂ. എന്നാൽ അത്യാവശ്യം എല്ലാ ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്യാനും പറ്റി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും എനിക്ക് ശ്രദ്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ ഓരോ ടേബിളിലും ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നില്ല. കുറേ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നു. ഞങ്ങളങ്ങനെ ഒന്നും കളഞ്ഞില്ല, എല്ലാം കഴിച്ചു. എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഇരുന്നു. പിന്നെ നല്ലൊരു ഫോട്ടോസും ഒക്കെ എടുത്ത് നല്ലൊരു